വധശ്രമ കേസിൽ പിടിയിലായ തിരുവനന്തപുരം ബി.ജെ.പി. കൗൺസിലർ സുഗതനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാപ്പ കേസ് ആയതുകൊണ്ട് തന്നെ കോടതിയിൽ ഹാജരാക്കാതെ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. വെള്ളായിക്കടവ് ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിലാണ് സുഗതൻ ഒളിവിലായതും പിന്നീട് പിടിയിലായതും. സുഗതന്റെ അനുയായികൾ വളഞ്ഞതോടെ ആകാശത്തേക്ക് വെടിവെച്ചാണ് വട്ടിയൂർക്കാവ് SHOയും സംഘവും സുഗതനെ പിടികൂടിയത്. സംഘർഷത്തിൽ SHO വിപിനും SI അഭിജിത്തിനും പരിക്കുകളുണ്ട്. പോലീസ് വീട്ടിൽ കയറി തന്നെയും മക്കളെയും മർദ്ദിച്ചുവെന്നും അസഭ്യം പറഞ്ഞുവെന്നുമാണ് സുഗതന്റെ ഭാര്യ അശ്വതി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആ പ്രതികരണം കേൾക്കാം. ഒരു പ്രകോപനവും ഇല്ലാതെ കയറി വരുമായിരുന്നു. എനിക്ക് എൻ്റെ 14 വയസ്സും 8 വയസ്സുമായ മക്കളുടെ മുമ്പിൽ വെച്ച് തള്ളി കയറിയിട്ട് വന്നിട്ട് ഉപദ്രവിക്കുമായിരുന്നു. വീട്ടിൻ്റെ അകത്ത് കയറി ഉപദ്രവിക്കുമായിരുന്നു. എൻ്റെ താലിമാല വലിച്ചു പൊട്ടിച്ച് കൊണ്ടുപോയി. അവർ തിരികെ തന്നിട്ടില്ല സാധനം. എൻ്റെ ഇവിടെ അടിച്ചു, ചവിട്ടി, മുതുകിൽ ചവിട്ടിയ പാടുകളുണ്ട്. ഒരു വനിതാ പോലീസ് പോലും ഇല്ലാതെയാണ് അവർ വീട്ടിൽ അതിക്രമിച്ച് കയറിയിരിക്കുന്നത്. പിന്നെ അവർ പിള്ളേരെ പേടിപ്പിക്കുന്ന രീതിയിൽ മുകളിലോട്ട് വെടിവെച്ചിട്ടാണ് ആവശ്യമില്ലാത്ത രീതിയിൽ ആക്രോശിച്ചുകൊണ്ട് കയറി വരുമായിരുന്നു. അല്ല, പുറത്ത് വെച്ചിട്ട് വെടിവെച്ചിട്ട് അകത്തോട്ട് കയറി വരുന്നു. അപ്പോൾ പിള്ളേർ പേടിച്ചിട്ടുണ്ട്. ഇല്ല, അതിനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പോലീസ് മർദ്ദിച്ചുവെന്നും താൻ ജനങ്ങൾ ജയിപ്പിച്ച പ്രതിനിധിയാണെന്നും സുഗതൻ പറഞ്ഞു. ആ പ്രതികരണം കൂടി. വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തു. എൻ്റെ ഭാര്യ എൻ്റെ മൈനറായിട്ട് കൊച്ചിനെ ചൗക്കുറ്റി അടിച്ചിട്ട് ഇവർ വെടിവെച്ചിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്തത്. ഇത്രയും പ്രതികൾ ഇവിടെ കാപ്പ കേസിൽ എത്ര പ്രതികൾ അറസ്റ്റ് കിടക്കുമ്പോഴും ഇവർ ഓരോ കേസിലും അടിയില്ല. സനീറ്റ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് തത്സമയം. സനീറ്റ, ഗുഡ് മോർണിംഗ്. ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഇപ്പം ഈ സുഗതന്റെ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം മുതൽ തന്നെ വലിയ വിവാദമൊക്കെ ആയതാണ്. ഒരു ഗുണ്ടാ പശ്ചാത്തലമൊക്കെ ഉള്ള ഒരാളിനെ BJP കൗൺസിലറായി മത്സരിപ്പിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് പിന്നീട് അയാൾ അവിടെ നിന്നും ജയിക്കുന്നു, വരുന്നു. അതിന് ഈ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു CPM പ്രവർത്തകനെ അതിക്രമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളാണ് ഇതിൻ്റെയൊക്കെ തുടക്കം. അതിൽ ഒളിവിൽ പോകുന്നു. പിന്നീട് ഈ ഒളിവിലുള്ള ആൾ തിരികെ വീട്ടിലെത്തിയെന്ന് അറിയുന്നു. പോലീസ് അദ്ദേഹത്തെ പിടികൂടാനായിട്ട് വരുന്നു. അവിടെ വളയുന്ന സമയത്ത് സുഗതന്റെ സഹോദരനും മറ്റ് അനുയായികളൊക്കെ ചേർന്ന് പോലീസിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു. ഒടുവിൽ പോലീസിനെ സ്വയരക്ഷാർത്ഥം ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വരുന്നു. ഇതിനൊക്കെ പിന്നാലെ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇയാളുടെ കുടുംബത്തിൻ്റെ ഒക്കെ ആരോപണങ്ങളാണ് നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഈ കേസിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണ് സനീറ്റ? പോലീസ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ഇതിലൊപ്പം തന്നെ പരിക്കേറ്റ 2 പേരുണ്ട്. ഇപ്പം CI ആയിരുന്ന ആളും അതേപോലെ തന്നെ അഭിജിത്തും വിപിനും, SI അഭിജിത്തും അതേപോലെ SHO ആയിരുന്ന വിപിനും, 2 പേരുടെയും ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ കേസിൽ ഇന്ന് എന്തൊക്കെ സംഭവിക്കാനിരിക്കുന്നു സനീറ്റ? സേതു, ഗുഡ് മോർണിംഗ്. സേതു പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ BJP മുന്നോട്ട് വയ്ക്കുന്നത് വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. സമാനമായി തന്നെയാണ് ഇദ്ദേഹത്തെ മത്സരിപ്പിച്ചത്. എന്തായാലും നിലവിൽ ഇദ്ദേഹം സെൻട്രൽ ജയിലിൽ തന്നെയാണ്. ഇത്തരത്തിൽ വധശ്രമവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ ഇന്നലെ പോലീസ് വളരെ സാഹസ്യമായാണ് പിടികൂടുന്നത്. എന്തായാലും നിലവിൽ ഇദ്ദേഹത്തെ സെൻട്രൽ ജയിലിൽ തന്നെ ജയിലിൽ അടച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ രാത്രിയോടെ തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു കാരണം കാപ്പ കേസാണ്, അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ വാദം കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇന്നലെ ജയിലിലേക്ക് മാറ്റുന്നത്. വലിയൊരു സംഘർഷ സാഹചര്യം തന്നെയായിരുന്നു ഇന്നലെ തലസ്ഥാനത്തുണ്ടായിരുന്നത്. നമുക്ക് ചെയ്തു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷൻ വളയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. BJP പ്രവർത്തകർ വളയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വലിയ തരത്തിൽ കയ്യേറ്റ ശ്രമം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. SHO ഉൾപ്പെടെ SI CPO ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരത്തിൽ BJP പ്രവർത്തകരുടെ വലിയൊരു അക്രമം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ആദ്യ തവണയല്ല, പലതവണയും ഇത്തരത്തിൽ തലസ്ഥാനത്തെ BJP പ്രവർത്തകർ മാധ്യമ പ്രവർത്തകരെയും പോലീസുകാരെയും കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ മുൻകാലങ്ങളിലും കണ്ടതാണ്. സമാനമായ വിഷയം തന്നെയാണ് ഇന്നലെയും നടന്നത്. എന്തായാലും നിലവിൽ ഇദ്ദേഹത്തെ പോലീസ് ഇന്നലെ രാത്രിയോടെ തന്നെ ജയിലിലേക്ക് മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ SHO CI SI ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കുണ്ട്. ഇവരുടെ കൈക്കും കാലുകൾക്കും ഒക്കെ പരിക്കുകൾ ഉണ്ട്
എന്നാണ് അറിയാൻ കഴിയുന്നത്. രാവിലെ നമ്മൾ തന്നെ ഇത്തരത്തിൽ BJP രാജീവ് ചന്ദ്രശേഖരനെ ഉൾപ്പെടെ മേയറിനെ ഉൾപ്പെടെയുള്ളവർ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അവരൊക്കെ എന്തായാലും ഡൽഹിയിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. മേയർ ഇന്ന് എന്തായാലും ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. യാതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യം തന്നെയാണ്. കാരണം ഇത്തരത്തിൽ പോലീസിന് നേരെ BJP പ്രവർത്തകരുടെ ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടാകുന്നു. അതിനെ തടയാൻ യാതൊരു തരത്തിലുള്ള ക്രമീകരണങ്ങളും ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. കാരണം BJP പ്രവർത്തകർ സംഘടിച്ചതും പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ചതും ഒക്കെ നമ്മൾ കണ്ടു. അപ്പം ഇന്നും സമാനമായ രീതിയിൽ എന്തെങ്കിലും ഒരു സംഘർഷ സാഹചര്യമോ അതല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ചോ എന്തെങ്കിലും BJP പ്ലാൻ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ചെയ്തു. BJP പ്രവർത്തകരായതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലും നമുക്കത് അങ്ങനെ ഉണ്ടാകില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം അവരുടെ ഭാഗത്തു നിന്നൊരു എന്തായാലും ഒരു ശക്തമായ പ്രതിഷേധം തന്നെ ഉണ്ടാകും. എന്തായാലും നിലവിൽ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഇവിടെ ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും മേയർ ഇന്ന് തിരുവനന്തപുരത്തില്ല, ഡൽഹിയിൽ തന്നെയാണ്. ഡൽഹിയിൽ ഉച്ചയോടുകൂടി പ്രതികരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും നമുക്കത് പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കാം. കാരണം കഴിഞ്ഞ വിഷയങ്ങളൊക്കെ അല്ലെങ്കിൽ സമാനമായ വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. BJP പ്രവർത്തകരുടെയും ഇതുപോലുള്ള ഈ നാട്ടുകാരുടെയും CPM പ്രവർത്തകന് DYFI പ്രവർത്തകന് തമ്മിലുള്ള ഒരു സംഘർഷത്തിലൊക്കെ ഇത്തരത്തിൽ BJP പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. തെറ്റ് അവരുടെ ഭാഗത്താണെങ്കിലും വലിയ പ്രതിഷേധങ്ങളൊക്കെ കാഴ്ചവെക്കാൻ അവർക്ക് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇത്തരത്തിലൊരു പ്രതിഷേധം ശരി, നമുക്ക് ഇതിന്റെ അപ്ഡേറ്റ്സുകളിലേക്ക് വരാം.